ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മാമലകണ്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് വരാൻ വേണ്ടി ഞാനെത്തിയത് 5:45. അപ്പം ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും പേടിയായിരുന്നു. സംഭവമൊന്നുമില്ല, അവിടെ ഒരു കയറ്റമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ കുണ്ടും കുഴിയുമായിരുന്നു. നമ്മുടെ വണ്ടി ഓഫായി പോയാൽ പിന്നെ സ്റ്റാർട്ടാവാൻ പാടായിരുന്നു. അപ്പം അതാണ് നിങ്ങളീ കാണാൻ പോണത്. ഇങ്ങനെയല്ല, പയ്യെ ജാക്കറ്റൊക്കെ എന്റെ മുഖത്തിരിക്കും. ഞാനിരിക്കുന്നതിന്റെ മുഖത്ത് ആദ്യം ഫ്രണ്ടിലുള്ളവരെന്തേ പ്രോ പറവൂര് വണ്ടി ഓടിക്കാറുണ്ടെങ്കിലും ഇത് സാധ്യത നോക്കി ഇന്നത്തെ ഒരു ചേട്ടൻ പാവം പുള്ളിക്കാരൻ വീട്ടിലൊക്കെ പണ്ടണോ. നല്ല കുണ്ടും കുഴിയുള്ള റോഡായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു വണ്ടി പോകാനുള്ള റോഡുമാണ്. നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു ബസ് വന്നാൽ തന്നെ നമുക്ക് ഒട്ടും പറ്റില്ല. ഇതിൽ ബസ് വന്നാൽ കുറേ ബസ്സൊക്കെ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വലുതാക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ കാറിലാണെങ്കിൽ ഫുള്ള് ചിരിയും കോമഡിയായിരുന്നു. എന്തൊക്കെ ഇവന്മാർ പറയണേന്ന് ഇവന്മാർക്ക് എന്നെ അറിയാൻ പാടില്ല. ദൈവം പറയണ എന്തെങ്കിലും. അടുത്ത വീപ്പിന് വണ്ടി ഇറങ്ങൂല, ബാക്കി സെൻസ് അറിയേണ്ടി വരും. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ മാമലകണ്ടം എത്തിയിരിക്കുകയാണ്. വിമല് ജാക്കറ്റൊക്കെ എത്തിയിട്ടില്ലേ? നല്ല തണുപ്പാണ് ഗൈസ്. വിമല് ഭയങ്കര തണുപ്പത്ത് -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടും. ഞങ്ങളങ്ങനെ ഭയങ്കര കുണ്ടും കുടിയൊക്കെ ചാടി ഇവിടെ എത്തി. എൻ്റെ ഇവിടെ ഉണ്ട് സ്റ്റാർട്ട് ആവാത്ത വണ്ടി. അല്ല, അതിന്റെ ഇടക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ട് ബാറ്ററി തള്ളണ്ടി വന്ന്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഇതിപ്പൊ ഞാൻ ഇടും. ഇപ്പൊ തന്നെ ഞാൻ ഷോട്ട് കൊടുക്കും. തള്ളിങ്ങനെ പോണത്. അപ്പൊ ശരി, നമ്മ കുറച്ചുകൂടി. അതെ അതെ, വിഷ്ണു കേറിയപ്പോ തൊട്ട് വെച്ചേക്കണ കണ്ണടയാണ് ഇപ്പോഴും ഊരിയിട്ടില്ല. ഇപ്പോഴും ഇരുട്ടാണെന്നാണ്. കറുത്ത പാടുകൾ മാറും എന്ത് തേച്ചാല് തേൻ തേച്ചാല്. വിമല് പറയണത് അങ്ങനെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞങ്ങൾ പോണ വഴി ഒരു ചേട്ടൻ കൈ കാണിച്ച് ട്രക്കിങ്. അങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ ട്രക്കിങ് ആ ജീപ്പിൽ കയറി. ഞങ്ങളുടെ വണ്ടി പുറകെ വന്ന് അങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത്. അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റമായിരുന്നു. ഇതാണ് ഷിജോ ചേട്ടൻ. ഭയങ്കര കോമഡി ആയിരുന്നു. ആൾ അടിപൊളിയാണ്. ആളുണ്ടായതുകൊണ്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ലാണ്ട് ചുമ്മാ വണ്ടി എടുത്തതാണ്. പക്ഷെ ഇതിപ്പോൾ ട്രിപ്പിലില്ലാത്തൊരു പ്ലാനിങ് പോലെ ട്രക്കിങ് കൂടി കയറിയപ്പോൾ കളറായി ട്രിപ്പ്. എല്ലാവരും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നല്ല കുത്തിനുള്ള പാറയായിരുന്നു. വിഷ്ണു കണ്ണട എപ്പോൾ വെച്ചതാണെന്നറിയോ? കയറിയപ്പോൾ തൊട്ട് വെക്കണേണ്. അവൻ ഇതുവരെ മാറിയിട്ടില്ല. അതും പറഞ്ഞാൽ ചേട്ടൻ കുറേ കളിയാക്കി അവനെ. അങ്ങനെ എല്ലാവർക്കും നല്ല കളിയാക്കൽ ആ ചേട്ടൻ്റെ നിന്ന് കിട്ടി. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ട്രക്കിങ്ങിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ ചേട്ടന് ഇഷ്ടപ്പെടാൻ കാരണം കണ്ട നല്ല കുത്തനെയാണ്. ബാക്കിൽ നിന്ന് കഴിയുമ്പോഴൊക്കെ പേടിയാവും, ഫ്രണ്ടിൽ നോക്കിയാലും പേടിയാവും. പിന്നെ ആ ചേട്ടൻ്റെ ഒരു ആത്മവിശ്വാസം കണ്ടപ്പോൾ ഞങ്ങൾ ഓക്കെ, ആ ശരി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്കിങ്ങനെ പൊളിച്ച് ഓടിച്ചടക്കാൻ വേറെ കാര്യം. എന്നെ കണ്ടോ കഴിയണില്ല, എന്നെ കൊണ്ടോ കഴിയണില്ല. സ്വാതി സ്റ്റീഫൻ youtube.com സബ്സ്ക്രൈബ് ചെയ്യണേ. ഹലോ ഗൈസ്, നമ്മളിവിടെ ഇത് മുനിപ്പാറ. നീ തീർന്നടാ, നീ തീർന്നു. അല്ല കൊയിനിപ്പാറ. ഒന്നോളം തെറ്റിപ്പോയി. എഡിറ്റ് ചെയ്യാല്ലേ? ഇത് കൊയിനിപ്പാറ. ഇത് കൊയിനിപ്പാറ. നമ്മളിവിടെ സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ, മൂന്നാറിനേക്കാളും ഉയരത്തിലാണ്. അതെ, നല്ല ചേട്ടനാണ്. ഷിജോ എന്നാണ് ചേട്ടന്റെ പേര്.
ചേട്ടൻ അടിപൊളിയായിട്ട് കോമഡി ഒക്കെ പറഞ്ഞു ഇവിടെ വരെ എത്തിച്ചു. ഞാൻ നല്ല നീ നാട്ടുകാർക്ക് അതേ മലയുടെ അടിയില് വണ്ടി ഓടിയ പാട് കണ്ടോ മുനിപ്പാറ, അതാണ്. അതിങ്ങനെ ഇതിലെങ്ങനെ പോയി നിങ്ങള് ഇങ്ങനെ അവിടെ പോയിട്ട് നമ്മ പോവാൻ പോണതാ ഇങ്ങനെയാ. നമ്മൾ ഇവിടെയാണ് പോണത്, ഇതിന്റെ മുകളിലേക്കാണ്. നിങ്ങൾ എല്ലാവരും നിൽക്കാൻ ഞാൻ അങ്ങനെ നമ്മ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കുത്തനായിരുന്നു. എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. മാളും ഒക്കെ പിടിച്ച് മാളുമായിരുന്നു സേഫായിട്ട് സത്യം പറഞ്ഞാൽ ഇരുന്നിരുന്നത്. അവക്ക് മാത്രം കൂട്ടത്തിൽ കുറച്ച് ബുദ്ധി ഉണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് വ്യൂ ഒക്കെ കണ്ട്. അവിടെ മഴക്കാലത്ത് വന്നതാണ് നല്ലത്. നമ്മ മഴക്കാലത്തൊന്നും അല്ലല്ലോ പോയത്. മഞ്ഞൊക്കെ കുറവായിരുന്നു, എന്നാലും കാറ്റിന് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ജൂൺ മെയ് മാസമാണ് അവിടുത്തെ സീസൺ. അവിടെ മേഘങ്ങളൊക്കെ വന്നിട്ട് അടിപൊളി വ്യൂ ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ അടുത്ത പ്രാവശ്യം പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ വ്യൂ. ഇവിടെ ആ ചേട്ടൻ ആ സീസണിലുണ്ടായ ഫോട്ടോ ഒക്കെ എല്ലാവരെയും കാണിച്ചു കൊടുക്കണേണ് കാണുന്നത്. സംഭവം ആ ചേട്ടനായിരുന്നു ഹൈലൈറ്റ്. നല്ല കോമഡി ആയിരുന്നു പുള്ളിയുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കണതിനെ പറ്റി പറഞ്ഞെന്തോ ചിരിക്കേണ്ടത് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ചരിഞ്ഞൊക്കെ ഇരിക്കണം. പിന്നെ ഇതൊരു പുളിയാണ്. ആ ഒരു റെഡ് കളർ ഭയങ്കര പുളിയാണ്. അതിന് മീൻകറിയിലൊക്കെ ഇടുമെന്നാണ് പറയണത്. ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നല്ല പുളിയായിരുന്നു. അത് മീൻകറിയിലിട്ടിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ട്രക്കിംഗ് ആണ് ഇവിടെ കഴിഞ്ഞത്. ഈ ഒരു സാധനമൊക്കെ ആയിട്ട് വന്നേക്കണം. ഇതിന്റെ ഞാൻ വ്ളോഗ് പിന്നീട് ഇതുകൊണ്ട് മീൻകറി വെക്കാൻ പറ്റുമെന്ന് പറയാണ്ട് ഞാൻ നോക്കട്ടെ. അതിന് കണ്ടൊന്നും കാണുകയില്ല, പിള്ളേര് കണ്ടെ ഫോണും മേടിച്ച് വലിയ പൊട്ടിച്ചോളൂ. അങ്ങനെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. വ്ളോഗല്ല, നമ്മുടെ ട്രക്കിംഗ് കഴിഞ്ഞ് ചേട്ടനോട് ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. വീണ്ടും നമ്മുടെ ഓൾട്ടോ. സുന്ദരൻ ചേട്ടനെ കണ്ടല്ലോ അല്ലേ? അതെ, സൂപ്പർ ചേട്ടനായിരുന്നു. അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. അടിപൊളിയായിട്ട് പോയി. ഇനി വരുമ്പോ ഈ ചേട്ടനെ കണ്ടാൽ നല്ലതായിരിക്കും എല്ലാവർക്കും. അപ്പൊ ശരി. ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നു. കോമഡി അതല്ല, ബസ്സാണ് നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞായിരിക്കുള്ളൂ. ബസ് വരണ്ടേ, ബസ് വരുന്ന വഴിയാണെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ മോളിൽ ഞാൻ പറഞ്ഞാണ് ഓഫീസ് റിവേഴ്സ് ഇട് എന്നിട്ട് അടിക്ക്. റിവേഴ്സ് അടിക്ക് എന്നിട്ട് ക്ലച്ച് വിട് എന്നിട്ട് അടിക്ക്. മതി ഹമ്പൊന്നും നോക്കണ്ട, ഹമ്പിലൊന്നും സ്ലോ നോക്കണ്ട. അങ്ങനെയല്ല, വളവിലൊന്നും സ്ലോ ആക്കണ്ട, നേരെ പോണ്. വണ്ടി ഇടിച്ചേക്കുമ്പോഴും ഓഫായിട്ടില്ല. എന്റെ ഇപ്പൊ മനസ്സിലായ ഞാൻ എന്താ അങ്ങനെ എടുത്തേന്ന്. അവിടെ ഒരേ മൈൻഡ് വിട്ടോ. ബസ് ഈ ഒരു ഡിസ്റ്റൻസിൽ ബസ്സിനെ ഫോളോ ചെയ്താൽ മതി, എവിടെയെങ്കിലൊക്കെ എത്തും. ഫസ്റ്റ് ഡേ സ്പൈ. പയ്യൊക്കെ വേണം പോവാനായിട്ട്. ബസ്സാണ് നല്ലോണം കൊണ്ടുപോകണ്ട. സ്വാതി ടു കാർ 1. ഇല്ല, അത് പോട്ടെ. അത് കേറി വരും. പോട്ടെ. അത് പോട്ടെ. അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് വരണം. ഡിസ്റ്റൻസ് കൂടി പോയി. സ്വാതി ഇയാള് പോട്ടെ, ബൈക്കാരൻ പോട്ടെ. ഞാൻ പറയുന്നത് എടുത്താ തന്നെ. ഇത് തന്നെയാണ് സാധനം, തന്നെ സാധനം ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ക്ലച്ചം തപ്പോ
ക്ലച്ച് ആക്സിഡന്റ് ഫുൾ എടുത്തോ ക്ലച്ച് പയ്യോട് അത്ര പാതി 3 കാർ 2 പയ്യെ ബസ്സിന്റെ പിന്നെ ഉള്ള പവർ എന്തായാലും മൂട്ടി പോയേക്കണ് അടി കാണായിരുന്നു ഇവിടെ നോക്കിട്ട് കുറച്ചുകൂടെ സിം കാർഡ് എന്റെ ഉള്ളിലോട്ട് കണക്റ്റഡ് ബ്ലൂടൂത്ത് ഡിവൈസ് ഈസ് കണക്റ്റഡ്. അങ്ങനെ വിമലിന് വണ്ടി ഓടിക്കാൻ കൊടുത്തത്. അവൻ 3 വർഷമായി വണ്ടി ഓടിച്ചിട്ടെന്നാ പറയണത്. പക്ഷെ ഒരു ധൈര്യത്തിൻ്റെ അടുത്ത് കൊടുത്ത് അവൻ കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിച്ച്. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മാമലാണ്ടത്ത് നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ട്സ് വരണമെന്ന് പറഞ്ഞിട്ട് നേരെ അഴീക്കോട് ബീച്ചിലേക്ക് പോയി. ഒരു 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ അങ്ങനെ അഴീക്കോട് ബീച്ചിലെത്തി. പെട്ടെന്നായിപ്പോയി എല്ലാവരും. ഭയങ്കര സ്പീഡിൽ ട്രിപ്പ് കഴിഞ്ഞ പോലെ തോന്നി. പക്ഷേ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നിങ്ങളിതിലുള്ള എല്ലാ ഷോർട്സും കറക്റ്റായിട്ട് കേൾക്കണം. ഇവന്മാർ ഓരോ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാലേ കോമഡിയാണ്. വിമല് നല്ലോണം വണ്ടി ഓടിച്ചെന്ന് ഞാൻ പറയാനുള്ള, എന്നാലും കുഴപ്പമില്ലായിരുന്നു, കോമഡി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അഴീക്കോട് ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. കൊറേ കഥകൾ പറയാണ്ട് അത് സാധ്യ പറഞ്ഞോളൂ. അതെ ഞങ്ങൾ അവസാനമായിട്ട് എവിടെ നിന്നാണ് മാമലകണ്ടത്തുനിന്ന് ഞങ്ങൾ എത്തിയേക്കണത് അഴീക്കോട് ബീച്ചിലേക്കാണ്. അതിന്റെ കഥയൊക്കെ ഞാൻ നിങ്ങളുടെ പറയാം. കുറെ ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ഈ വീഡിയോ തന്നെ പറയും. കുറെ ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടയിൽ കയറ്റിയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഞാനും വിഷ്ണുവും എന്താണ് സൈനിങ് ഓഫ് ബൈ ഞാനും വിഷ്ണു.